നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി, നിന്നിലൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? നിങ്ങളോടുള്ള മനോഭാവം എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്നത് ഈ ഒരു പ്രണയബന്ധം പുതിയൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷമിക്കുക. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കളുടെ നിയന്ത്രണത്തിൽ നിന്നും പുറത്തേക്ക് വരാനും നിങ്ങളെ വേദനിപ്പിച്ച് നേടിയ നേട്ടങ്ങൾ അതൊരു യഥാർത്ഥ നേട്ടങ്ങളല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിലേക്കും കൂടിയാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി പല കാര്യങ്ങളിലും നിങ്ങളെ തോൽപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ താഴ്ന്നു നിൽക്കണം എന്നുള്ളൊരു മനോഭാവമായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ആ ഒരു മനോഭാവത്തിൽ ആകാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം കൊണ്ടായിരുന്നു. അപ്പോൾ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ശത്രുക്കളുടെ ആ ഒരു സാന്നിധ്യം കാരണം ഈ വ്യക്തി ശത്രുക്കൾ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ മോശക്കാരി അല്ലെങ്കിൽ മോശക്കാരനാക്കുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കവേ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രേക്ഷകരായ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഈ വ്യക്തിയുടെ പ്രവൃത്തി കണ്ടിട്ട്. എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കുമായിരുന്നു. എന്നാൽ നിങ്ങളുടെ മനസ്സ് കാണുവാനോ അല്ലെങ്കിൽ അതിനെ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ റിഫ്ലക്ഷൻ എന്നാണ്. നിങ്ങൾക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിക്കും സങ്കടം വരുന്നു, നിങ്ങൾക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിക്കും സന്തോഷം വരുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു പോസിറ്റീവ് എനർജിയാണെന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. നിങ്ങളുടെ അടുത്ത് നിന്നും മാറി ദൂരേക്ക് മാറി മറ്റു പല വ്യക്തികളുമായി കൂട്ടുകൂടുകയും ചെങ്ങാത്തം കൂടുകയും ചെയ്തപ്പോഴാണ് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് എനർജി ഉള്ളവരായിരുന്നുവെന്നും എത്രത്തോളം ഐശ്വര്യമുള്ളവരായിരുന്നുവെന്നും ഈ വ്യക്തി വിചാരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങളിൽ നിന്നും അകന്നപ്പോഴാണ് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ലായിരുന്നു, നഷ്ടപ്പെട്ടപ്പോഴാണ് അതിന്റെ വില മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെയായി വന്നപ്പോഴാണ് ഈ വ്യക്തി തിരിച്ചറിയുന്നത് നിങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ വേണ്ടിയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വന്നു ചേരുക എന്ന് പറയുന്നതാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് പലപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പ്രവർത്തികൾ, ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് സ്വന്തമായി തന്നെ നാണം തോന്നിക്കുകയാണ്, ലജ്ജ തോന്നിക്കുകയാണ്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹത്തിലേക്ക് മാറാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ സഹായം തേടിക്കൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കളിപ്പാവയെ പോലെ ജീവിക്കാതെ സ്വന്തം നിലപാടോടുകൂടി സ്വന്തം തീരുമാനങ്ങളോടുകൂടി ജീവിക്കാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില സാഹചര്യങ്ങളിൽ ഈ വ്യക്തിക്ക് ശത്രുക്കളുടെ കൂടെ നിൽക്കേണ്ടി വരുന്നുണ്ട്. അത് ഈ വ്യക്തിയുടെ അവസ്ഥയായിരിക്കാം, ഗതികേടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആയിരിക്കാം. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ശത്രുക്കളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. പക്ഷെങ്കിൽ പോലും ഈ വ്യക്തി ചെയ്തത് തെറ്റാണെന്ന് സ്വയം അംഗീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചതും നിങ്ങൾ ഒരുപാട് കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ ശത്രുക്കളുടെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ശത്രുക്കളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അവർ എങ്ങനെയുള്ളവരാണെന്നും തനിക്ക് നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ വ്യക്തി ശത്രുക്കളോടൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഭാഗത്താണ് ശരിയെന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ്. വിശ്വസിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ വ്യക്തി കണക്കാക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പോസിറ്റീവ് എനർജിയുള്ള വ്യക്തികളായിട്ടും നിങ്ങൾ മനസ്സിൽ കള്ളവും അല്ലെങ്കിൽ തിന്മയും ഇല്ലാത്തവരാണെന്നും നന്മ മാത്രം നിറഞ്ഞു നിൽക്കുന്നവരാണെന്നുമാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിന്നും ലഭിക്കുവാൻ വേണ്ടി നിങ്ങളുമായി എങ്ങനെയെങ്കിലും കൂട്ടുകൂടണമെന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ചില തിരിച്ചറിവുകളാണ് വന്നിരിക്കുന്നത്. തിരിച്ചറിവുകൾ കൊണ്ടുവരണമെങ്കിൽ ഈ വ്യക്തിക്ക് മറ്റു പല വ്യക്തികളുടെ സഹായം വേണ്ടി വന്നിരുന്നു. അവരിലൂടെയാണ് നിങ്ങളുടെ യഥാർത്ഥ മുഖവും നിങ്ങളുടെ ഉദ്ദേശവും നിങ്ങൾ എത്രത്തോളം നന്മയുള്ളവരാണെന്നും ഈ വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളോടുള്ള വികാരങ്ങളും സ്നേഹവും അഭിമാനവും അതുപോലെ തന്നെ ബഹുമാനവും എല്ലാം തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണ് കുപ്പയിലെ മാണിക്യമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ വ്യക്തി ലോജിക്കായിട്ടാണ് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പ്രാക്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്ത് കാര്യത്തെക്കുറിച്ചും പോസിറ്റീവായിട്ടും അതുപോലെ ശുഭാപ്തി വിശ്വാസത്തോടെയും ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഒരു സ്ഥിരോത്സാഹമുണ്ട്. അതായത് ഒരു സ്ഥിരോത്സാഹത്തോടു കൂടി പെരുമാറുവാനും നിങ്ങളുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുവാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി എന്തു വേണമെങ്കിലും സഹിക്കുന്ന ഒരു രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം വളരെ പോസിറ്റീവ് എനർജി ആയിട്ട് മുന്നേറുവാൻ തന്നെയാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം എത്രമാത്രം പോസിറ്റീവാണോ അത്രമാത്രം പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഈ വ്യക്തിയുടെയും കൂടി കടമയാണെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് പോസിറ്റീവ് എനർജിയിലൂടെ പോയാലും ആ വഴി ഈ വ്യക്തിയും വരാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വ്യക്തി മടിച്ചു നിൽക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ഇത്രയും കാലം വേദനിപ്പിച്ചത് കൊണ്ട് ഇനി നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും, നിങ്ങൾ എന്തായിരിക്കും ഈ വ്യക്തിയോട് പറയാൻ പോകുന്നത്, പെരുമാറാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് നന്നായി പേടിയുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തി മാറി നിൽക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഒരു മടിയൊക്കെ പിടിച്ച് ഒന്ന് മാറി നിൽക്കുന്നതായിട്ട്. പക്ഷെ അത് താൽക്കാലികമായിട്ടുള്ള ഒരു ചിന്താഗതി മാത്രമാണ് കേട്ടോ. ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും. എല്ലാത്തിനും മുകളിൽ പറന്നുയരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മുന്നോട്ടുള്ള ആ ഒരു വിഷൻ എന്ന് പറയുന്നത് അത് ഈ വ്യക്തി അന്വേഷണത്തോടു കൂടിയും വളരെയധികം വിജയത്തിലേക്ക് വരിക തന്നെ ചെയ്യും. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.